കരി, കൂടിൻ്റെ പീസ് വേണമെങ്കിൽ നമ്മൾ കൂടിൻ്റെ പീസ് ചേർക്കാം. ഇത് തൊണ്ട് കട്ട് ചെയ്ത് 3 ദിവസം വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തതാണ്. പിന്നെ ഫൈബർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സീഡ്ലിങ്ങിനാണ് അധികവും ഫൈബർ ചെറുതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് പ്ലാൻ. നമ്മൾ പോട്ട് ചെയ്യാൻ പോവുകയാണ്. പോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും കരിയാണ് ഉപയോഗിക്കുന്നത്. കരിയുടെ പീസ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ഇതിനങ്ങ് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തിട്ട് നമുക്ക് 1-2 ഓടിൻ്റെ പീസ് ഇടാം. കരി ഇട്ടിട്ട് ഇതാകാതെ ടൈറ്റായിട്ട് നിൽക്കണം. കരി ഇട്ട് നമുക്കിതിനെ ഫില്ല് ചെയ്യാം. മഴ സീസൺ ആയതുകൊണ്ട് ഞാൻ അധികം തുണ്ട് വെക്കുന്നില്ല. 1-2 തുണ്ടിൻ്റെ പീസേ വെക്കുന്നുള്ളൂ. ഇതിൽ തന്നെ തുണ്ടിൻ്റെ കട്ടയുണ്ടല്ലോ, അപ്പം തുണ്ട് അധികം വേണ്ട. നമുക്ക് കരി ഇട്ട് ഇതിനെ ടൈറ്റ് ചെയ്തെടുക്കാം. പ്ലാന്റ് ഇളകാതെ ഇങ്ങനെ ഇരിക്കണം, ടൈറ്റായിട്ടിരിക്കണം, എന്നാലേ പെട്ടെന്ന് റൂട്ട്സൊക്കെ വരത്തുള്ളൂ. ഇതിൻ്റെ ചെറിയൊരു സീഡ്ലിങ്സ് നമുക്ക് പോട്ട് ചെയ്യാം. ഇതെങ്ങനെ പോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാമേ. ആദ്യം നമുക്കതിന് വേണ്ട കുറച്ച് കരി ഇട്ട് കൊടുക്കാം. കരി, ഓട്, ചകിരിയുടെ പീസ് ഇടാം. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും കരി ഉപയോഗിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ഫൈബർ ഉണ്ടല്ലോ, ഫൈബർ അത് ചെറുതായിട്ട് ഇതിനെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഫൈബർ ചെറുതായിട്ട് ഇതൊന്ന് പൊതിഞ്ഞു കൊടുത്തിട്ട് എപ്പോഴും നമ്മൾ ഈ സീഡ്ലിങ്സ് പോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് മേളിൽ നിൽക്കുന്നത്, ഇതിൻ്റെ റൂട്ട്സൊക്കെ മേളിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ നമുക്ക് റൂട്ട്സൊക്കെ മേളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് കരി വെച്ചിട്ട് അതിനെ അനങ്ങാത്ത രീതിയിൽ ഫില്ല് ചെയ്ത് വെക്കാം. എപ്പോഴും താഴെ വെച്ച് നമ്മൾ പോട്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ റൂട്ട്സ് മേളിൽ നിൽക്കണം. അവിടെ നിന്നാണ് ഇതിൻ്റെ ചെറിയ കിക്കീസൊക്കെ വരുന്നതും വേഗം റൂട്ട്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും. ഇളകാത്ത രീതിയിൽ ഇങ്ങനെ നമുക്ക് ഇതിനെ കരിയുടെ പീസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് ടൈറ്റാക്കി വയ്ക്കാം. വേണമെങ്കിൽ ഒരു ഓടിൻ്റെ 1-2 ഓടിൻ്റെ കഷ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യമെങ്കിൽ മാത്രം. ചെറിയ 1-2 പീസ് ഇട്ട് കൊടുക്കാം. അനങ്ങാത്ത ഡെൻഡ്രോബെത്തിൻ്റെ ഒരു മെച്യൂർ പ്ലാന്റ്സാണ് നമുക്ക് പോട്ട് ചെയ്യാൻ പോകുന്നത്. സാൻഡൂൺ എന്നാണ് അതിൻ്റെ പേര്, ഡെൻഡ്രോബെത്ത് സാൻഡൂൺ. നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യം കുറച്ച് കരി ഇടാം. നമുക്ക് മഴ സീസൺ ആയതുകൊണ്ട് നമുക്ക് കരിയാണ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നത്. തുണ്ടിൻ്റെ പീസ് ഇടാൻ, ഓടിൻ്റെ പീസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് കരി കൂടുതലായിട്ട് ഇട്ടിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. മഴ സീസൺ ആയതുകൊണ്ട് വെള്ളം കിട്ടുന്നത് പ്രശ്നമില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് നമുക്ക് ഈ തുണ്ടിൻ്റെ പീസ് കട്ട നമുക്ക് ഇളക്കി കളയണ്ട. ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇളകാതെ എപ്പോഴും ഇതിൻ്റെ കട മേൽഭാഗത്ത് നിൽക്കണം. അവിടെ നിന്നാണ് നമുക്ക് പുതിയ കിക്കീസുകളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് കരിയുടെ പീസ് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. അത് ഇളകാതെ നല്ല ടൈറ്റായിട്ടിരിക്കണം. കരിയുടെ പീസ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇതിൽ തന്നെ തൊണ്ടിൻ്റെ കട്ടയുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ തൊണ്ടിൻ്റെ പീസ് ഇടേണ്ട ആവശ്യമില്ല, അത് മതി.
ചെറിയ ഒരു ഓടിൻ്റെ പീസ് നമുക്ക് വെറുതെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ടൈറ്റായിട്ടങ്ങ് ഇരുന്നോളും. ഇത്രയേ ഉള്ളൂ. മെച്യൂർ പ്ലാന്റ്സ് പോട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഡെൻഡ്രോബിത്തിൻ്റെ സീഡ്ലിങ്സ്, മെച്യൂർ പ്ലാന്റ്സ്, ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ മൊക്കാറ, വാൻഡ സെയിലുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.